അപ്പോൾ ഞാൻ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് വിം ലിക്വിഡ് നമുക്ക് എന്താ കുറച്ച് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, കണ്ടില്ലേ, എത്ര മതി നമുക്ക് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതേ അളവ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പേസ്റ്റ് നമുക്ക് നമ്മൾ സാധാ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് കേട്ടോ, അത് അതേ അളവ് തന്നെ എടുക്കുക കേട്ടോ. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് ചെറുനാരങ്ങ വേണം. നമുക്ക് ഇത് നമുക്ക് 2 കഷ്ണമാക്കി നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കാം. നമുക്ക് ഒന്ന് നമ്മൾ പിഴിഞ്ഞെടുത്തു. ഇനി രണ്ടാമത്തെ കഷ്ണം നമുക്ക് എന്തെങ്കിലും പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇത് 3 കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമുക്ക് കോൾഗേറ്റും വിമ്മിനും ലിക്വിഡും ചെറുനാരങ്ങ നീ 2 കൂടി 3 കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പത വരും, കണ്ടില്ലേ. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ പഴയ ഒഴിവാക്കിയ ടൂത്ത് ബ്രഷ് വേണം നമുക്ക്, അതുകൊണ്ട് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകണത് നമ്മളത് കണ്ടോ, ക്രയോണ്, സ്കെച്ച്, പെൻസിൽ, പേന, കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മളെ ക്രയോണിന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ, കണ്ടില്ലേ. ഇനി നമ്മൾ രണ്ടാമത്തെ നമ്മളെ പെൻസിലാണ് ഉപയോഗിക്കുന്നത് കണ്ടോ. ഇനി മൂന്നാമത്തെ നമ്മളെ സ്കെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇനി നാലാമത്തെ നമ്മളെ പേനയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കിയെടുത്ത നമ്മളെ ലിക്വിഡ് അത് നമുക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ലിക്വിഡ് കുറച്ചും കൂടെ ആദ്യം ഉപയോഗിച്ച് ഞാനുണ്ട്. കാരണം എന്താ വെച്ചാൽ വേറെ സ്ഥലത്ത് ഞാൻ ചെയ്തിട്ടാണ് റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ രണ്ടാമത് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ക്രയോൺ കളറാണ് നമ്മളവിടെ റിമൂവ് ചെയ്യണത്, കണ്ടില്ലേ. അപ്പോൾ കുറച്ച് ടൈം എടുക്കട്ടത്, പെട്ടെന്ന് തന്നെ മാഞ്ഞു കിട്ടില്ല. എന്നാലും കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ മാഞ്ഞു കിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഏകദേശമൊക്കെ പോയിട്ടുണ്ട്, കണ്ടില്ലേ. കണ്ടോ, അപ്പോൾ പോയില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോട്ടൺ തുണി ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് തുകത്തി കൊടുക്കണം കേട്ടോ, എന്നാലും കറക്റ്റ് അറിയാൻ കഴിയുള്ളൂ. കണ്ടോക്കി, കണ്ടില്ലേ, അതിന് അടിയാളം തന്നെ ഉണ്ടല്ലേ, കണ്ടില്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ നമ്മളെ പെൻസിലാണ്. സാധാരണ നമ്മളെ പിന്നെ ബുക്കിലൊക്കെ ചെയ്തൊരു പെൻസിലുണ്ടല്ലോ, ആ പെൻസിലാണ്. അത് വളരെ സിമ്പിളായിട്ട് തന്നെ പോകുന്നുണ്ട്, കണ്ടില്ലേ. പെട്ടെന്ന് തന്നെ അത് നമ്മളെ ക്രയോണിലെ എളുപ്പത്തിലായിട്ട് തന്നെ പെൻസിൽ മാഞ്ഞ് പോകുന്നുണ്ട്, കണ്ടോ. ഇപ്പോൾ ഏകദേശം അത് മാഞ്ഞ്, കണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോട്ടൺ ഉപയോഗിച്ച് നമുക്ക് നേരത്തെ ചെയ്തമായി തന്നെ അന്ന് തുടച്ച് കൊടുക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ നമ്മളെ സ്കെച്ച് കളറാണ്, കണ്ടോ. അത് പെട്ടെന്ന് തന്നെ അത് പോകുന്നുണ്ട്, കണ്ടില്ലേ. വളരെ സിമ്പിളായി തന്നെ അത് പോയി, കണ്ടോ. അത്രയും എളുപ്പത്തിൽ ഇത് പോകേണ്ടത്. ഇനി നമുക്ക് തുണി ഉപയോഗിച്ച് നമ്മൾ തുടച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി നമ്മൾ പേനോട് വരച്ച വര നമ്മൾ മായ്ക്കാനുള്ളത്. അത് നമ്മൾ കുറച്ച് നമുക്ക് റിസ്ക് എടുത്തിട്ട് വേണം മായ്ക്കാനായിട്ട് കേട്ടോ. കാരണം പെട്ടെന്ന് പോയി കിട്ടുള്ളത്. കാരണം ഏകദേശം ഒരു 1/4 മണിക്കൂറിനടുത്ത് നമ്മളിതിങ്ങനെ ചെയ്താലേ ഇത് മായുള്ളൂ. കാരണം പെട്ടെന്ന് റിമൂവ് ആവില്ലത്. അപ്പോൾ ഞാൻ വീഡിയോ ഞാനൊന്ന് സ്പീഡാക്കുന്നുണ്ടോ, മറ്റേ വീഡിയോ ലെങ്ത്ത് കൂടും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് അടിക്കാനും മറക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആദ്യം ചാനൽ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്ര ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തോടെ കാണുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ കണ്ടില്ലേ, ഫുൾ ക്ലിയർ ആയി, കണ്ടില്ലേ. ഓക്കെ.